നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ മരണ വീട്ടിലോ ഓടിച്ചെല്ലുന്നതല്ലല്ലോ ഒരു എം എൽ എയുടെ പണി. എം എൽ എയുടെ പണി എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായി നാടിൻ്റെ വികസനങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് കടുത്തുരുത്തി മണ്ഡലത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ ആയിട്ട് കൂടി 235 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് മോൻസോസ് അവിടെ ചെയ്തത്. അപ്പം ഇവിടെ ഒരു പ്രോജക്റ്റ് റെഡിയാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ സർക്കാരിൽ നിന്ന് ആ ഫണ്ട് വിനിയോഗിച്ച് ഇവിടെ നമുക്ക് വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു വികസനവും സർക്കാർ ചെയ്യുന്നില്ല, പ്രതിപക്ഷം ആയതുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനുള്ളൊരു പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുത്തെങ്കിൽ മാത്രമേ പുതുപ്പള്ളിയിൽ വികസനം വരുള്ളൂ. അപ്പോൾ ചേട്ടാ, നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പം പുതുപ്പള്ളി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എവിടം വരെയൊക്കെയാണ് ഈ പ്രചാരണങ്ങളൊക്കെ? പുതുപ്പള്ളി മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എനിക്ക് അത്ര വലിയ ഇതറിയത്തില്ലെങ്കിലും വികസനം എന്നുള്ളൊരു സംഗതി ഇല്ല പുതുപ്പള്ളി മണ്ഡലത്തിൽ. ബാക്കി പ്രചരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നിലവിലത്തെ എം എൽ എ ഫ്ലക്സ് ബോർഡുകളും ഒന്നും വേണ്ടെന്നും പറഞ്ഞുള്ള പ്രചരണമായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് അത് മാറിയുള്ള അവസ്ഥയാണ് ഇന്നിപ്പം കാണുന്നത്. ഞാൻ ഈ പഞ്ചായത്തല്ല, അപ്പുറത്തെ മീനടം പഞ്ചായത്താണ്. മീനടം പഞ്ചായത്തിൽ നിന്ന് പ്രചരണം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ പോസ്റ്ററുകളും ഒക്കെ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം നിലവിൽ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നിടത്ത് തന്നെ 40-45 അപകടങ്ങൾ ഞാൻ ഇവിടെ വന്ന് ലോട്ടറി കച്ചവടം ചെയ്യാൻ തുടങ്ങിയ ഈ ചുരുങ്ങിയ കാലയളവിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വഴിക്കൊന്നും വീതിയൊന്നുമില്ല. വികസനങ്ങൾ പൊതുവെ ഈ മണ്ഡലത്തിൽ കുറവാണ്. അതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അത് കേരളം മുഴുവൻ ചർച്ചയായ ഒരു സംഗതിയാണ്. അതാണ് തെരഞ്ഞെടുപ്പ്. ചാണ്ടി ഉമ്മൻ്റെ നിലവിലെ ഒരു എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ചാണ്ടി ഉമ്മൻ്റെ നിലവിലെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഞാനതാ സൂചിപ്പിച്ചത്. ഈ 2.5 വർഷം കൊണ്ട് നിരവധി ഇപ്പം തൊട്ടപ്പുറത്ത് കടുത്തുരുത്തി മണ്ഡലത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ ആയിട്ട് കൂടി 235 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് മോൻസോസ് അവിടെ ചെയ്തത്. അപ്പം ഇവിടെ ഒരു പ്രോജക്റ്റ് റെഡിയാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ സർക്കാരിൽ നിന്ന് ആ ഫണ്ട് വിനിയോഗിച്ച് ഇവിടെ നമുക്ക് വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു വികസനവും സർക്കാർ ചെയ്യുന്നില്ല, പ്രതിപക്ഷം ആയതുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനുള്ളൊരു പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുത്തെങ്കിൽ മാത്രമേ പുതുപ്പള്ളിയിൽ വികസനം വരുള്ളൂ. അങ്ങനൊരു വികസനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ വഴിയുടെ ഒക്കെ വീതിയും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏറ്റുമാനൂർക്കുള്ള ബൈപ്പാസ് റോഡാണ് ഈ റോഡ് ഈ പുതുപ്പള്ളിക്കവല ചെല്ലുമ്പോഴത്തേക്കും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം നാടിൻ്റെ കാലത്തിനനുസൃതമായുള്ള ഒരു മാറ്റം ഇവിടെ പുതുപ്പള്ളിയിലില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് നിന്നും മാറി അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്നുള്ള നിലയിലാണ് ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളിക്കാരും കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വന്നില്ലെന്നാണോ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ മരണ വീട്ടിലോ ഓടിച്ചെല്ലുന്നതല്ലല്ലോ ഒരു എം എൽ എയുടെ പണി. എം എൽ എയുടെ പണി എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായി നാടിൻ്റെ വികസനങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മളൊരു ഡെമോ കാണിച്ച് നടന്നതുകൊണ്ട് സൈക്കിൾ ചവിട്ടി നടന്നതുകൊണ്ടോ കാര്യമില്ല. അതൊക്കെ വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ മുൻതൂക്കം കൊടുക്കേണ്ടത് നാടിൻ്റെ വികസനമാണ്. അത് വഴിയുടെ വികസനം തൊട്ട് നമ്മുടെ ആശുപത്രികളാണെങ്കിലും മറ്റുള്ള പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ LDF സർക്കാർ ഭരിക്കുന്ന സമയത്താണ് കമ്മ്യൂണിറ്റി ഹാള്, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മൊബൈലിനകത്ത് നിന്ന് കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി ഹാളൊക്കെ LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വന്നതാണ്. അപ്പോൾ ഒരു രീതിയിലുള്ള വികസനങ്ങളും പുതുപ്പള്ളിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് എന്ത് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാനൊന്നുമില്ല. ഒരു പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി ആയിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറ്. പക്ഷേ ഈ നാടിനൊരു വികസനം എന്നുള്ളത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ചാണ്ടി ഉമ്മൻ്റെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് പുതുപ്പള്ളി മണ്ഡലത്തിൽ? അത് ഇപ്പം വിജയസാധ്യത അങ്ങനെ എനിക്ക് പറയാനായിട്ട് കൃത്യമായിട്ട് പറയാനായിട്ട് എനിക്കറിയത്തില്ല. കാരണം പുതുപ്പള്ളി മണ്ഡലം എന്ന് പറയുന്നത് UDFൻ്റെ ഒരു ചായ്വിൽ നിൽക്കുന്ന മണ്ഡലമായതുകൊണ്ട് ഒരുപക്ഷെ ജയിച്ചിരിക്കാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഭൂരിപക്ഷമൊന്നും ചാണ്ടി ഉമ്മനെ നിലനിർത്താൻ പറ്റുകയില്ലെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ട് ഏതാണ്ട് ഒരു 10-20 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ ഒരിടത്തും നടക്കാത്തൊരു സംഭവമായിരുന്നു. ഉടനടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതിൽ എന്താ പറയുന്നത്, ആ ഒരു ഇതിൽ അത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ്. ആ ഒരു ഭൂരിപക്ഷമൊന്നും ഈ പ്രാവശ്യം ചാണ്ടി ഉമ്മനെ നിലനിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേരളം മുഴുവൻ നോക്കുകയാണെങ്കിൽ ആര് വിജയിക്കുമെന്നാണ് സാധ്യത കൂടുതൽ? കേരളത്തിലെ 3ാം പിണറായി സർക്കാർ 100% ഉറപ്പാണ്. അതിനകത്തൊരു സംശയമുള്ള കാര്യമല്ല. ഇന്നിപ്പോൾ മനോരമയുടെ ഈ സർവേയൊക്കെ വന്നതിനകത്ത് പൊട്ടത്തരയല്ല കാണിച്ചിരിക്കുന്നത്. അവർ
അതിൻ്റെ സർവേയുടെ ഇത് കാണിച്ചിരിക്കുന്നതിനകത്ത് 69 LDFിൻ്റെ. ആ കണക്ക് നമ്മൾ കൂട്ടി നോക്കിയാൽ വരുന്നുണ്ട്, 77 എണ്ണം വരുന്നുണ്ട്. 100% വന്നിരിക്കുന്ന സർവേയിലെല്ലാം LDF മൂന്നാമത് വരുമെന്നുള്ളത് തന്നെയാണല്ലോ.